ഫേസ് ടു ഫേസ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഫ്ലോറിലുള്ളത് പ്രൊഫസർ മാത്യു പി തോമസ് അവറുകളാണ്. ICPF ഇൻ്റർ കൊളീജിയറ്റ് പ്രയർ ഫെലോഷിപ്പ് എന്ന് പറയുന്ന പ്രവർത്തനത്തിന് ആരംഭം കുറിച്ച് ചുക്കാൻ പിടിക്കുന്ന മാത്യു പി സാറിൻ്റെ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. തുടർന്ന് സാറിൻ്റെ ജീവിത അനുഭവങ്ങൾ, ജീവിതത്തിലെ ചലഞ്ചുകൾ, പ്രത്യേകിച്ച് ഇന്ന് മിഷൻ ഫീൽഡിലുള്ള ആളുകൾക്ക് അറിയേണ്ട അത്യാവശ്യം ചില കാര്യങ്ങൾ, ഇവയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനായിട്ട് സമയത്തെ മാറ്റിവെക്കുകയാണ്. തുടർന്നുള്ള സമയങ്ങൾ നമുക്ക് സാറിൽ നിന്ന് ശ്രദ്ധിക്കാം. സാറേ, ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ICPFൻ്റെ ഒരു ഫൗണ്ടർ എന്ന നിലയിൽ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ്. ഒപ്പം അനേക കുട്ടികളെ പഠിപ്പിച്ച ഒരു കോളേജ് പ്രൊഫസർ എന്ന നിലയിലും സാറിന് തനതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, അനേക പ്രസംഗങ്ങൾ, ക്ലാസ്സുകൾ, വ്യത്യസ്തമായിട്ടുള്ള ഇടപെടൽ അല്ലെങ്കിൽ യുവജനങ്ങളുടെ പ്രവർത്തനത്തിൽ തന്നെ ICPF ലോകവ്യാപകമായി വ്യാപിപ്പിക്കാൻ കാരണമായതും സാറിൻ്റെ ഒരു ലീഡർഷിപ്പ് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുമ്പം നമ്മുടെ മിഷനിലുള്ളവർക്ക്, പ്രത്യേകിച്ച് മിനിസ്ട്രിയിലുള്ളവർക്ക് ഒരു അനുഗ്രഹമാകണം, യുവതലമുറയ്ക്ക് ഒരു അനുഗ്രഹമാകാൻ വേണ്ടിയുള്ള ഒരു ചർച്ചയാണ്. സാറിൻ്റെ ബാല്യകാലം, ജീവിതാനുഭവങ്ങളെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകളൊന്ന് പറയാമോ? ഞാൻ ഒരു സാധാരണ സൗകര്യമുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ജനിച്ചു വളർന്നത്. അതിൽ എൻ്റെ പിതാവിൻ്റെ സഹോദരങ്ങളൊക്കെ നല്ല നിലയിലായിരുന്നെങ്കിലും ഞങ്ങൾ ഫിനാൻഷ്യലായിട്ട് വളരെ ക്ലേശം അനുഭവിക്കുന്ന ഒരു ഭവനമായിരുന്നു. ആ ഭവനത്തിൽ നിന്ന് ഞാൻ എൻ്റെ സഹോദരങ്ങളെയും മറ്റും ഉയർത്തിക്കൊണ്ടുവരുന്നതിന് അശ്രാന്ത പരിശ്രമം ചെയ്തു. പിതാവിനെയും മാതാവിനെയും സഹോദരങ്ങളെയും നോക്കേണ്ട ചുമതല എനിക്കായിരുന്നു. അങ്ങനെ വലിയൊരു ചുമതലയുടെ ഇടയിലായിരുന്നു ഞാൻ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള തീരുമാനവും. ആ തീരുമാനത്തിൽ ദൈവം എന്നോടുകൂടെ ഉണ്ട് എന്നുള്ളതിന് വ്യക്തമായ അനേക അനുഭവങ്ങൾ എനിക്കുണ്ടായി. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. കഷ്ടങ്ങൾ വരാതിരിക്കാൻ ദൈവമൊന്നും ചെയ്യുന്നില്ല എങ്കിലും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണെന്ന് ദൈവം തെളിയിച്ചു തന്നു. ഗോഡ് ഈസ് എ സെക്യൂരിറ്റി ഇൻ ട്രബിൾ ആൻഡ് നോട്ട് അഗൻസ്റ്റ് ദ ട്രബിൾ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് വലിയ അത്ഭുതങ്ങളോ അടയാളങ്ങളോ ജീവിതത്തിലൊന്നും സംഭവിച്ചില്ലെങ്കിലും കഷ്ടതയിൽ കൂടെ മാത്രമേ ദൈവത്തെ അറിയാൻ കഴിയുള്ളെന്നും ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്ന എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകുമെന്നും ഞാൻ ആദ്യമേ മനസ്സിലാക്കി. അതുകൊണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഞാൻ അധികം വില കൊടുത്തിരുന്നില്ല. ഇത് ഒഴിഞ്ഞു പോകും, ഇതിനപ്പുറത്തൊരു സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകുന്നൊരവസരം ഉണ്ടാകും എന്നുള്ള ശുഭാപ്തി വിശ്വാസിയായിരുന്നു ഞാൻ. ഏത് കഷ്ടങ്ങൾ വന്നാലും ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകും, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാകും, ഇതിനും ഞാൻ മറികടക്കുമെന്നുള്ള ആത്മവിശ്വാസവും ധൈര്യവും എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് പരാജയം സമ്മതിച്ചു കൊടുക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല എന്നോട് തന്നെ. അതാണ് എന്നെ മുന്നോട്ട് നടത്തിയത്. ഈ പഠനം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുകൂടെ? പഠനത്തിൽ ആവശ്യമായിട്ട് ദൈവത്തിൻ്റെ ഒരുപാട് കരുതലുണ്ടായിരുന്നു. ഞാൻ പഠിക്കാൻ ആഗ്രഹിച്ചത് സെൻറ്റ് തോമസ് കോളേജ് കോഴഞ്ചേരിയിലായിരുന്നെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടതായ ഒരു സബ്ജക്റ്റ് തരുവാൻ അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന AJ ചെറിയൻ സാർ വിസമ്മതിച്ചത് കൂടാതെ അദ്ദേഹം എന്നെ ഒരുപാട് വിഷമിപ്പിച്ചു. ഞാൻ എക്കണോമിക്സ് എടുത്ത് പഠിക്കണമെന്നും അവിടെ തന്നെ തുടരണമെന്നും പുള്ളി ശടിച്ചു. അങ്ങനെ TC തരാതെ എന്നെ 2-3 ആഴ്ച നടത്തിച്ചു. അതോടൊപ്പം മിക്കവാറും കോളേജിലെ അഡ്മിഷൻ എല്ലാം തീർന്നു. അപ്പോൾ എനിക്ക് വളരെ വിഷമമുണ്ടായി. ഞാൻ സാറിൻ്റെ വീട്ടിൽ പോയി സത്യാഗ്രഹം ഇരുന്നെന്നൊരു കണക്കിൽ പറയാം. TCയും ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും TCയും തരാനായിട്ട് ഞാൻ വളരെയധികം ശ്രമിച്ചു. അങ്ങനെ എനിക്ക് കോഴഞ്ചേരി പഠിക്കണമെന്നുള്ള ആഗ്രഹം ദൈവം നിഷേധിച്ചു. അങ്ങനെ നിഷേധിച്ചതിൻ്റെ ദൈവത്തിൻ്റെ ഉദ്ദേശമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൊണ്ട് അത് നിഷേധിപ്പിച്ചതും പിൽക്കാലത്ത് എനിക്ക് നന്മയ്ക്കായിട്ടാണ് ദൈവം അത് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കി. അദ്ദേഹം അവസാനം ഹെഡ് ക്ലർക്ക് പറഞ്ഞതനുസരിച്ച്, സാറേ എങ്ങനെയെങ്കിലും ഇവനെ പറഞ്ഞു വിടെ, ഈ മീറ്റത്തുനിന്ന് പോട്ടെ എന്ന് പറഞ്ഞ് AJ ചെറിയൻ സാറെന്ന് പറയുന്ന പുള്ളിയുടെ വീട്ടിൽ ഞാൻ 2 ആഴ്ച ചെല്ലുകയും കോളേജിൽ എന്നും TCക്കുള്ള അപേക്ഷ എഴുതി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ എല്ലായിടത്തും അഡ്മിഷൻ തീരാറായ സമയത്ത് അവസാനമാണ് എനിക്ക് TC കിട്ടിയത്. പിന്നെ കോൺട്രാക്ട് സർട്ടിഫിക്കറ്റിനകത്ത് സാറ്റിസ്ഫാക്ടറി ആണ് എഴുതി തന്നത്, ഗുഡല്ല. അങ്ങനെ ആർക്കും എഴുതി കൊടുക്കാറില്ല.
ഇതും കൊണ്ട് ഞാൻ മർത്തോമ കോളേജിൽ ചെന്നു. മർത്തോമ കോളേജിൽ ചെന്ന് കഴിഞ്ഞ് അന്ന് പ്രിൻസിപ്പലായിരുന്ന ആൾ ഇട്ടിയവര സാറായിരുന്നു, വി എം ഇട്ടിയവര. അന്ന് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിരുന്നത് വൈസ് പ്രിൻസിപ്പൽ എം ഇ ജോൺ സാറായിരുന്നു. ഞാൻ നേരെ ചെന്ന് എം ഇ ജോൺ സാറിനെ കണ്ടു. സാറേ, എനിക്ക് കെമിസ്ട്രി പഠിക്കാൻ ആവശ്യമുണ്ട്, എനിക്ക് ആർട്സ് സബ്ജക്റ്റ് പഠിക്കാൻ കഴിയില്ല, അതുകൊണ്ട് എനിക്ക് കെമിസ്ട്രിയിൽ ഒരു അഡ്മിഷൻ കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ കെമിസ്ട്രിയിൽ അഡ്മിഷൻ തരാനായിട്ട് സാറ് ചോദിച്ചേട്ടാ നിൻ്റെ സർട്ടിഫിക്കറ്റ് കാണണ്ടെന്ന് പറഞ്ഞു. നിൻ്റെ കോണ്ടക്റ്റ് ആൻഡ് ക്യാരക്ടർ ഈസ് സാറ്റിസ്ഫാക്ടറി എന്ന് എഴുതി തന്നിരിക്കുന്നത്. സാധാരണ വഴക്കുണ്ടാക്കുന്നവരും കുസൃതിയുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ എഴുതി കൊടുക്കാറുള്ളൂ. ഇപ്പോൾ ഒരു ആ കാറ്റഗറി ഇപ്പോൾ ഇല്ല. ആ കാറ്റഗറി മലയാളത്തിൽ സാമാന്യം തൃപ്തികരം എന്നാണ് ഉപയോഗിച്ചുള്ളത്. എനിക്ക് അതുകൊണ്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, നിനക്ക് എന്താണ് പറ്റി, എന്തിനാണ് ഇങ്ങനെ എഴുതി തന്നെന്ന് ചോദിച്ചു. ഞാൻ അപ്പോൾ സാറിനോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. ഒരാഴ്ച മുഴുവൻ നടന്നെന്നും അവസാനം എക്കണോമിക്സ് എടുക്കാതെ ഞാൻ പോകുന്നതിന് ധൃതി വെച്ചതുകൊണ്ട് അദ്ദേഹം എഴുതി തന്നാണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ പുള്ളി എനിക്ക് കെമിസ്ട്രിക്ക് അഡ്മിഷൻ തന്നു. അത് ദൈവത്തിൻ്റെ വലിയൊരു നിയോഗമായിരുന്നു. ആ നിയോഗം എന്ന് പറയുന്നത്, ഞാൻ ഒറ്റയ്ക്ക് പെന്തിക്കോസ്ത് അനുഭവമുള്ള ഞാൻ മാത്രമേ എനിക്കറിയത്തുള്ളായിരുന്നു, വേറെ ആരും ഇല്ലായിരുന്നു. ഉണ്ടെങ്കിൽ തന്നെ എല്ലാവരും ഹൈഡ് ചെയ്യുമായിരുന്നു. അക്കാലത്ത് പെന്തിക്കോസ്തുകാരൻ എന്ന് പറയുന്ന അവജ്ഞയും വിഷമമുള്ള ഒരു സന്ദർഭമാണ്. അപ്പം ഞാൻ അറിയപ്പെട്ടിരുന്ന ക്ലാസ്സിലെല്ലാം പെന്തിക്കോസ്തുകാരൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതിലുള്ള ആക്ഷേപവും നിന്ദയും ഒക്കെ ഞാൻ വളരെയധികം സഹിച്ചു. അവരെന്നെ ക്ഷമിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോൾ ദൈവം ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കി. ആ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് 1959-ലും 60-ലും ഉള്ള ഒരു കേരള യൂണിവേഴ്സിറ്റിയുടെ ഒരു ഓർഡിനൻസിൽ ഇൻ്റർമീഡിയറ്റ് തോറ്റ എല്ലാവർക്കും തന്നെ ബി എക്ക് ചേരാമെന്നും പറഞ്ഞ് ഒരു ഓർഡിനൻസ് കേരള യൂണിവേഴ്സിറ്റി പുറപ്പെടുവിച്ചു. അതനുസരിച്ച് ഇൻ്റർമീഡിയറ്റിന് അനേക പ്രാവശ്യം തോറ്റവരും എല്ലാം കൂടെ കൂടി ഒരു വലിയ സംഘം ബി എക്ക് ചേർന്നു. ബി എക്ക് ചേർന്നപ്പം മക്കളുള്ളവരും ഒക്കെ ഉള്ളവരുമാണ് വന്നത്. അങ്ങനെ വരുമ്പോൾ ആ കോളേജിൽ മോറൽ ഇൻസ്ട്രക്ഷൻ ക്ലാസ് എന്ന് പറഞ്ഞ് ആഴ്ചയിൽ ഒരു ദിവസമുണ്ട്. ഇപ്പോഴതില്ല. ആ മോറൽ ഇൻസ്ട്രക്ഷൻ ക്ലാസ്സിൽ സുവിശേഷവിധ സഭയായതുകൊണ്ട് മർത്തോമ സഭയിൽ ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് ഊന്നി പറയുന്നതിൽ സന്തോഷമുണ്ട് അവർക്ക്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മോറൽ ഇൻസ്ട്രക്ഷൻ ക്ലാസ് എന്ന് പേര് കൊടുത്ത് ആ ക്ലാസ് നിയന്ത്രിക്കാൻ വയ്യാതെ എം ഇ ജോൺ സാർ അന്നത്തെ വൈസ് പ്രിൻസിപ്പലാണ്. ആ കൂടെ വിഷമിച്ചു. 250 കുട്ടികളുള്ള വലിയ പിള്ളേരും മക്കളുമൊക്കെയുള്ള കല്യാണം കഴിച്ചവരൊക്കെയാണ്. അവരുടെ ബഹളമൊക്കെ കഴിഞ്ഞിട്ട് വളരെ വിഷമമുണ്ടായി. അപ്പോഴേ എൻ്റെ ഒരു ക്ലാസ്മേറ്റായിട്ടുള്ള ഇ എം കോവൂരിൻ്റെ സ്വന്തക്കാരനായ ഒരു മനുഷ്യനായിരുന്നു, ജോർജ് കോവൂർ എന്നായിരുന്നു പുള്ളിയുടെ പേര്. പുള്ളി ആ ബഹളത്തിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് പറഞ്ഞു, സാറേ ഇവിടെ ഒരു പെന്തിക്കോസുകാരനുണ്ട്, അതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് പോകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ടാൽ എല്ലാവരും മാറിപ്പോവും, അതുകൊണ്ട് നമുക്കൊരു ഡിബേറ്റ് നടത്താം. വർഗീസ് ഡീക്കൻ ഉമ്മനുണ്ടല്ലോ ഇവിടെ, ഓർത്തഡോക്സുകാരുടെ പ്രതിനിധിയായിട്ട് അദ്ദേഹം ഇവിടെ ഉണ്ടല്ലോ. പുള്ളി അന്ന് ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞ പുള്ളിക്ക് വിവാഹിതനൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹവും ഞാനും കൂടെ ഒരു ഡിബേറ്റ് നടത്തിയിട്ട് അപ്പോൾ പിള്ളേരെല്ലാം വളരെ ശാന്തമായിട്ടിരിക്കും, അതല്ലേ നല്ലത്, അതുകൊണ്ട് തേണ്ടി. അപ്പോൾ അത് ആരാടാ പാർട്ടിയിൽ നിന്ന് എം ഇ സാറ് ചോദിച്ചു. എന്നെ അവന്മാരെല്ലാം കൂടെ പൊക്കിയെടുത്തു. ഇവനാണ് ഏക പെന്തിക്കോസുകാരൻ, അവനെ നമുക്ക് ഉപയോഗിക്കാം. അവൻ മറീസുമനോട് ചോദിച്ചു, ഡീക്കനാണ്. ഡീക്കൻ മറീസുമൻ പറഞ്ഞു ഞാനും അത് ഏറ്റെടുക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വാദപ്രതിവാദത്തിന് തയ്യാറായി. പിറ്റേ ക്ലാസ്സിൽ ആഴ്ചയിൽ ഒരിക്കലല്ലേ. അപ്പോൾ അവർ ആദ്യം തന്ന ടോപ്പിക്ക് വിശ്വസ്നാനം ഏൽക്കണോ അതോ ശിശുസ്നാനമാണോ ശരി എന്നുള്ള വിഷയമാണ് എടുത്തത്. ആ വിഷയം എടുത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം അദ്ദേഹം പറഞ്ഞു കാരാഗ്രഹ പ്രമാണിയും ഗ്രഹവും സ്നാനപ്പെട്ടു, വീട്ടുകാരെല്ലാം സ്നാനപ്പെട്ടു. അപ്പോൾ ശിശുക്കളില്ലാത്ത ഒരു വീടില്ല, അതുകൊണ്ട് ഒരു ശിശു അതിനകത്ത് സ്നാനപ്പെട്ടിട്ടുണ്ട്. കുടുംബം സ്നാനപ്പെട്ടിടത്തെല്ലാം ശിശുക്കളില്ലാതെ വരികയില്ല എന്നുള്ള ഫ്ലിംസിയായിട്ടുള്ള വാദം ഉദ്ദേശിച്ചു. ഞാൻ അതിന് പിറ്റേ ആഴ്ച തിരിച്ചടിച്ചു. അന്ന് എം ഇ ജോർജ് സാർ എന്ന് പറഞ്ഞ ഒസ്താസ്യോ തിരുമേനി, ഓർത്തഡോക്സ് തിരുമേനിയായിട്ട് ഒസ്താസ്യോസ് തിരുമേനിയുടെ മുൻ പേര് എം ഇ ജോർജ് എന്നായിരുന്നു ഫാദർ. അദ്ദേഹം എഴുതിയ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ള വിശ്വാസ പ്രമാണത്തിൻ്റെ ഒരു വലിയ കോപ്പി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ കോപ്പി ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ള അതെപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ഒരു 5 പതിപ്പാക്കിയെങ്കിലും 1-ാം പതിപ്പല്ലേ ഉള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ അദ്ദേഹം മരിച്ചു പോയതുകൊണ്ട് എഡിറ്റ് ചെയ്ത് കളഞ്ഞു. 1-ാമത്തെ പതിപ്പിലുള്ള കോപ്പി ഞാൻ ഉയർത്തി കാണിച്ചു. ഞാൻ ഇത് വെച്ചാണ് വാദിക്കുന്നത്.
ഓർത്തഡോക്സ് സഭയിലെ പ്രമുഖനായ ഒസ്താസ്യസ് തിരുമേനി അച്ഛനായിരുന്ന കാലത്ത് എഴുതിയ എം ഇ ജോർജ് സാർ എഴുതിയതായ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ള ഇത് പ്രമാണം അനുസരിച്ച് ഇതിൻ്റെ പേജ് ഇന്ന പേജിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വായിച്ചു. അപ്പം 1-ാം നൂറ്റാണ്ടിൽ AD 312 വരെ ആദിമസഭയിൽ വിശ്വസിച്ച് സ്നാനമേൽക്കുന്ന പ്രമാണമായിരുന്നുള്ളത്. ഷണ്ണൻ സ്നാനപ്പെട്ടതുപോലെ വിശ്വസിക്കുന്നെങ്കിലാകാമെന്ന് പറഞ്ഞ് സ്നാപകനും സ്ഥാനാർത്ഥിയും വെള്ളത്തിലിറങ്ങി അവരെ മുങ്ങി സ്നാനമേറ്റ് അവർ രണ്ടുപേരും കരയിലേക്ക് കയറുന്ന പ്രമാണമാണ് ആദിമ നൂറ്റാണ്ടിൽ എഴുതിയിരുന്നത്. പിന്നീട് ആദിമ നൂറ്റാണ്ടിൽ അദ്ദേഹം വീണ്ടും എഴുതി, ആദിമ നൂറ്റാണ്ടിൽ 312 വരെയും സ്ത്രീകൾ സ്നാനപ്പെടണമെങ്കിൽ ആഭരണങ്ങൾ ഊരിവെച്ച് കരയിൽ ഊരിവെക്കുകയും അവർ എല്ലാ ആഭരണങ്ങളും ഊരിവെച്ച് കരയിൽ വെച്ചതിന് ശേഷം മാത്രമേ ആഭരണത്തോടുകൂടി സ്നാനപ്പെടുത്തിയിരുന്നില്ല. അവർ വെള്ളത്തിലിറങ്ങി ദൈവപുത്രനിൽ നിന്ന് വിശ്വസിക്കുമെന്ന് ചോദിച്ച് 3 പ്രാവശ്യം ചോദിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ സ്നാനത്തിൽ സ്നാനപ്പെടുത്തി അവരെ മുക്കിയെടുക്കുന്ന പതിവായിരുന്നു ഉള്ളത്. എന്നാൽ നിത്യവിശ്വാസ പ്രമാണം 312 ശേഷം 312-14 ആയതിനു ശേഷം സഭ വീണ്ടും വിചാരണത്തോടുകൂടെ കുഞ്ഞുങ്ങൾക്കും സ്നാനം കൊടുക്കണമെന്നുള്ള പുതിയ കൽപ്പന ഉണ്ടാകുകയും എപ്പിസ്കോപ്പൽ ചർച്ചിലെല്ലാം അതിനെ അനുകൂലിക്കുകയും ചെയ്തത് നിമിത്തമാണ് ഈ ശിശുസ്നാനം സഭയിൽ വന്നത്. എന്നാൽ ആദിമ നൂറ്റാണ്ടിലെ കാര്യം ചെയ്തതുപോലെ ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും മരണവും പുനരുത്ഥാനവും അതനുസരിച്ച് ഉത്ഥാനത്തെക്കുറിച്ചും വളരെ വ്യക്തമായ ഒരു ചിത്രം മുഴൽ സ്നാനത്തിനുണ്ടായിരുന്നു. അതാണ് ശരി എന്ന് അദ്ദേഹം എഴുതി. അപ്പോൾ ഞാനത് ഭയപ്പെടുത്തേന് വലിയ ബഹളമായി ഞാൻ പറഞ്ഞു, നിങ്ങൾ ബഹളം ഉണ്ടാക്കുന്നത് എൻ്റെ സ്വന്തം അഭിപ്രായമല്ല, നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു തിരുമേനി പറയുന്ന കാര്യം ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, വേദപുസ്തകത്തിൽ ശിശുക്കളെ സ്നാനപ്പെടുത്താൻ യാതൊരു വാക്യവും ഇല്ല എന്ന് വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. കൂടാതെ യോഹന്നാൻ മെത്രാപ്പോലീത്തായുടെ ഒരു ആത്മകഥയിൽ ഒരു ഭാഗം ഞാൻ എടുത്തു വായിച്ചു. അതിനകത്ത് എഴുതിയിരുന്നത്, അദ്ദേഹം സിംഗപ്പൂരിൽ ചെന്നപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ശിശുസ്നാനം ചെയ്യിക്കാൻ ഒരു മാതാപിതാക്കന്മാർ 5 വയസ്സുള്ളൊരു കുട്ടിയെ അതുവരെ സ്നാനപ്പെടുത്താതെ വെച്ചിരുന്നു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയെ സ്നാനപ്പെടുത്താൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ആ തൊട്ടിയുടെ അടുത്ത് കൊണ്ടുവന്ന് വെള്ളം തളിക്കാനായിട്ട് കൊണ്ടുവന്നപ്പം എൻ്റെ അടുത്തോട്ട് ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലും കാലിലും അത് കടിച്ചു മുറിച്ച് ആകെക്കൂടെ ശല്യമുണ്ടാക്കി എൻ്റെ വസ്ത്രങ്ങളെല്ലാം വലിച്ചു കീറാനൊക്കെ ശ്രമിച്ചു. അപ്പോൾ ഞാൻ ഓർത്തു, ഈ ശിശുസ്നാനത്തിന് എന്താണ് അർത്ഥം? ഒരർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കി എന്നുള്ളതും വായിച്ചു. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കസറി ആ വേദപുസ്തകത്തിലെ എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് നിങ്ങളുടെ ഇടയിലുള്ളതായ നിങ്ങളെ നടത്തുന്ന ഗുരുക്കന്മാരായിരിക്കുന്ന തിരുമേനിമാർ പോലും പറയുന്നു ശിശുസ്നാനം ശരിയല്ലെന്നും മുഴുവൻ സ്നാനമാണ് ശരിയെന്നും വളരെ ഉച്ചസ്ഥിരമായി ഘോഷിക്കുമ്പോൾ ഇനി എന്താണ് വർഗീസ് ഡീക്കനിനെക്കുറിച്ച് പറയാനുള്ളത്? നിങ്ങളുടെ അധികാരിയായ തിരുമേനിമാർ പറയുന്നത് ഇങ്ങനെയാണ്, വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങനെയെങ്കിൽ ഏതാണ് ശരി എന്നുള്ളത് കേൾവിക്കാരത് നിർണ്ണയിക്കട്ടെ എന്നും പറഞ്ഞ് ഞാൻ ഒരു ചലഞ്ചും കൊടുത്തു. ഭയങ്കര ബഹളമായിരുന്നു. ഞങ്ങളുടെ അച്ഛനെ എതിർത്തോ ബഹളമുണ്ടാക്കിയെന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് തള്ളുകയും അവമാനിക്കുകയും ഒക്കെ ചെയ്തു. വസ്ത്രത്തിന് പിടിച്ച് തള്ളുകയൊക്കെ അവിടുത്തെ ആൾക്കാരൊക്കെ. അത് വളരെ ഒരു 3 ആഴ്ച കഴിഞ്ഞു. ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു. കുറവുള്ള സമയത്ത് അഡ്മിഷൻ കിട്ടത്തില്ല. അത് തന്നെയല്ല, പിന്നെ രണ്ടാമത് വന്ന ഡിബേറ്റിന് വന്നത് പിന്നെ ഇന്നത്തെ സഭയിലെ പുരോഹിത്വം നിലനിൽക്കുന്നതാണോ എന്നുള്ളതായിരുന്നു. പൗരോഹിത്യം ശരിയോ തെറ്റോ അതിനെക്കുറിച്ച് ഞാൻ ഡിബേറ്റ് നടത്തി. ആ ഡിബേറ്റിൽ ഞാൻ പറഞ്ഞു, യേശുക്രിസ്തു യഹൂദാ ഗോത്രത്തിൽ നിന്ന് വന്നതാണെന്നും എബ്രായ ലേഖനം 13-ാം അധ്യായത്തിലും 12-ാം അധ്യായത്തിലും നമുക്കൊരു മഹാപുരോഹിതനുണ്ട്, അത് അഹരോൻ്റെ ക്രമപ്രകാരം വന്നതല്ലെന്നും മൽക്കിസേദക്കിൻ്റെ ക്രമപ്രകാരം വന്നതാണെന്നും അങ്ങനെ അഹരോന്യ പൗരോഹിത്യത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു എന്ന് പൗലോസ് വളരെ വ്യക്തമായി പറയുന്ന ഭാഗം ഇവിടെ എബ്രായ ലേഖനത്തിലുണ്ട്. ആയതുകൊണ്ട് അഹരോന്യ പൗരോഹിത്യത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴുള്ളതെന്ന് പറയുന്നത് ശുദ്ധ ഭോഷ്കാണെന്നും കർത്താവായ യേശുക്രിസ്തു മഹാപുരോഹിതനാണെന്നും മഹാപുരോഹിതനായ ആൾ നമ്മളെ വീണ്ടെടുത്ത് രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവുമായിരിക്കുന്നുവെന്ന് പത്രോസിൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇന്നത് കാണുന്നത് പൗരോഹിത്യം വേദപുസ്തകത്തിൽ നിരക്കാത്തതും അത് അഹരോന്യ പൗരോഹിത്യത്തിൻ്റെ തുടർച്ചയല്ലെന്നും ഞാൻ സ്ഥാപിച്ചു. ഈ 2 ഡിബേറ്റ് കഴിഞ്ഞപ്പം പിള്ളേരെല്ലാം എന്നോട് വളരെ എന്നെ വിഷമിപ്പിച്ചു.
ഉന്തുകയും തള്ളുകയും അപമാനിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് അപമാനമൊക്കെ ഞാൻ സഹിച്ചു. ഒറ്റയ്ക്കാണ് ഞാൻ, വേറെ ആരും സപ്പോർട്ട് ചെയ്യാനില്ല. അത് കഴിഞ്ഞ് ഞാൻ ക്ലാസ്സിൽ പോയി കഴിഞ്ഞപ്പം ഈ വൈസ് പ്രിൻസിപ്പലായ ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള എം ഇ ജോൺ സാർ എന്നെ വിളിച്ച് പുള്ളിയുടെ റൂമിൽ കൊണ്ടുപോയിട്ട് എന്നോട് ചോദിച്ചു, എടോ നീ ഇത്ര ശക്തിയായിട്ട് ഇത് പറയാനും ഇത്രയും വാക്യങ്ങൾ ഉദ്ധരിച്ച് നോക്കാതെ ഈ കാര്യങ്ങളെല്ലാം കോട്ട് ചെയ്യുന്നതിൻ്റെ ജ്ഞാനം നീ എവിടെ നിന്ന് സമ്പാദിച്ചു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പിതാക്കന്മാർ ഓർത്തഡോക്സ് സഭയിലെ ആൾക്കാരായിരുന്നു, മാർത്തമറിയം സഭയിൽ മാരാമണ്ണുള്ളവരായിരുന്നു. അതിൽ നിന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് ഈ വിശ്വാസത്തിൽ വന്നത്. അന്ന് മുതൽ ഗ്രാൻഡ് ഫാദറിൻ്റെ കാൽ കീഴിലിരുന്ന് പഠിച്ച് ഞാൻ ചെറുപ്പം മുതലേ ഇത് പഠിച്ച് ഈ കാര്യങ്ങളെക്കുറിച്ച് ഗ്രഹിച്ചതാണ്. അതനുസരിച്ചാണ് ഞാൻ എനിക്കൊന്നു ആ കാലത്ത് ഒത്തിരി ഉണർവ് കൂട്ടായ്മകൾ തമ്പി മാത്യു പാസ്റ്റർ ജക്സലിന്റെ ചെയർമാൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് ഓർപ്പിച്ചായിരുന്നു, ഈ കുമ്മനാട് ഉണർവ്. ഇതിൻ്റെ ഒരു കാര്യം കൂടെ പറയട്ടെ. എന്നോട് സാറ് പറഞ്ഞു, എടാ നിനക്ക് ഇത്രയും കഴിവും പ്രാപ്തി ഉള്ളതുകൊണ്ട് എനിക്ക് നിന്നെ മർത്തോമ കോളേജിൽ ഒരു ടീച്ചറായിട്ട് വേണം. അതാണ് മർത്തോമ കോളേജിൽ ഞാനായിത്തീരാനുള്ള ഏക കാരണം. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഉപയോഗിച്ചാണ് എന്നെ മർത്തോമ കോളേജിൽ ഒരു അധ്യാപകനായി നിയമിക്കാനുള്ള മൂലക്കാരണം. അത് ദൈവത്തിൻ്റെ വഴിയായിരുന്നു. കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ്. അത് പിന്നെ പിൽക്കാലത്ത് ടി സി തോമസ് അച്ഛൻ വന്നപ്പം ഇദ്ദേഹം തന്നെ ചെന്ന് പറഞ്ഞു, ഈ പയ്യനെ ഞാൻ പിരിഞ്ഞു പോവുകയാണെങ്കിലും ഈ പയ്യനെ ഇവിടുത്തെ ഒരു ടീച്ചറായിട്ട് നിയമിക്കണം. ഏത് വർഷമാണ് സാർ അവിടെ? ഞാൻ 1960 ഇദ്ദേഹത്തിൻ്റെ ഇതനുസരിച്ച് 62 മുതൽ 64 വരെ ജൂനിയർ ലെക്ചറായിട്ട് ജോലി ചെയ്തു. അത് കഴിഞ്ഞ് MSc ബിറ്റ്സിൽ ബെർള ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നോളജി ആൻഡ് സയൻസ് രാജസ്ഥാനിൽ ബെർളയുടെ കോളേജിൽ പഠിച്ചു. ഞാൻ MSc കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നപ്പം ഇദ്ദേഹം തന്നെ എന്നെ റെക്കമെൻഡ് ചെയ്തിട്ട് ടി സി തോമസ് അച്ഛനായ പുതിയ പ്രിൻസിപ്പലിനെ കൊണ്ട് എന്നെ അവിടെ ടീച്ചറായിട്ട് എടുപ്പിച്ചു. ഇതൊന്നും എൻ്റെ കഴിവല്ല. അക്കാലത്ത് പെന്തിക്കോസുകാരായ ആരെയും ഈ ഒരു കോളേജുകളിലൊന്നും എടുക്കുകയോ ചേർക്കുകയോ ചെയ്യില്ല. അറപ്പുള്ളതായ ഒരു വംശക്കാരായിട്ടാണെന്ന് കരുതിയിരുന്നത്. ഇന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ഒരു മാന്യത ഉണ്ട്. അന്നത്തെ കാലത്ത് അതൊന്നും ഇല്ലായിരുന്നു. എനിക്കൊന്നും അവിടെ തന്നെയാണല്ലോ സാർ ഈ ICPFന്റെ ഒക്കെ തുടക്കം. അത് കഴിഞ്ഞാണ് ഡോക്ടർ ടി സി തോമസ് അച്ഛനുമായിട്ടുള്ള ബന്ധത്തിൽ അച്ഛൻ എന്നെ വലിയ കാര്യമായി എന്നെ വാർഡനാക്കി. 2 വർഷത്തെ വാർഡനായിരുന്നു. പുള്ളിക്ക് എന്നെ ഭയങ്കര അപ്രിസിയേഷനായി. തല്ലിപ്പൊളിയായി നടന്ന പിള്ളേരെയൊക്കെ ഞാൻ നേരെയാക്കി, ഹോസ്റ്റലിനെ ശരിയാക്കി. രാത്രി 2 മണി വരെ ഇരുന്ന് ഉറക്കളച്ചിരുന്ന് എൻ്റെ ജോലി ചെയ്ത് കണ്ടു കഴിഞ്ഞ് പുള്ളിക്ക് വലിയ സന്തോഷമായി. ആ കോളേജിൽ ആ വർഷങ്ങളിലൊക്കെ നല്ല റിസൾട്ട് ഉണ്ടായി. അതിനു മുമ്പ് പിള്ളേർ പിന്നെ മദ്യപിക്കുന്നവരും രാത്രി കയറി വരാത്തവരും മറ്റുള്ളവരുടെ വാഴക്കൊല വെട്ടി പിന്നെ കല്ലോട്ടാങ്കുഴിയിട്ട് ബഹളം ഉണ്ടാക്കുന്നവരുമായിരുന്നു. അപ്പോൾ ആ 2 വർഷത്തെ എൻ്റെ സ്ട്രിക്റ്റായി, ഞാൻ വളരെ സ്ട്രിക്റ്റായിരുന്നു. രാത്രി 2 മണി വരെ ഉണർന്നിരിക്കുമായിരുന്നു. ഒരു വാർഡൻ എന്നുള്ള നിലയിൽ എൻ്റെ എല്ലാ ഹോസ്റ്റലും ഉണ്ട്. അതോടുകൂടിയാണ് അച്ഛൻ എന്നോട് വലിയ ടി സി തോമസ് അച്ഛൻ എന്ന് പറയുന്നത് KT തോമസ് എന്ന് പറയുന്ന സുപ്രീം കോടതിയിലെ ജഡ്ജിയുടെ ഫാദർ ലോയാണ്. പുള്ളി അന്ന് വളരെ ഇൻഫ്ലുവൻസ് ഉള്ളൊരു വ്യക്തിയാണ്. പുള്ളിക്ക് എതിരായിട്ട് ആരും പറയില്ല. അദ്ദേഹത്തിൻ്റെ ആജ്ഞാപ്രകാരമാണ് എന്നെ അവിടെ പെർമനൻ്റ് ആക്കിയത്. ഇതാണ് എൻ്റെ ഹിസ്റ്ററി. എനിക്കൊന്ന് അവിടെ നിന്നാണ് ICPF എന്ന് പറയുന്ന സംഘടനയുടെ ഒരു തുടക്കം. അതിനെക്കുറിച്ച് പറയാം. ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, 1958 PT ചാണ്ടപ്പിള്ള വന്നാണ് EUവിൽ ചേർത്ത്, യൂണിയൻ ഓഫ് ഇവാഞ്ചലിസ്റ്റ് സ്റ്റുഡൻസ് ഇൻ ഇന്ത്യയിൽ ചേർത്തു. ഞാൻ 11 വർഷം വളരെയധികം മീറ്റിങ്ങുകളും മരത്തണലും അല്ലാതെയും നടത്തി ഇങ്ങനെ മുന്നോട്ട് പോരുമ്പോൾ ഞാൻ EUവിലേക്ക് കൊണ്ടുവന്ന 2-3 സാറന്മാരുണ്ടായിരുന്നു. അവർക്ക് സ്നാനത്തെക്കുറിച്ച് ഞാൻ പ്രസ്താവിക്കാൻ പാടില്ല എന്നുള്ള സ്ട്രിക്റ്റായിട്ടുള്ള ഉപദേശം എനിക്ക് തന്നതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നു. എന്നാൽ സ്നാനം ഹിന്ദുക്കൾ സൂര്യ നമസ്കാര സമയത്ത് വെള്ളത്തിലിറങ്ങി കുളിച്ച് മേലോട്ട് കയറുന്ന പോലെയുള്ളൂ എന്ന് ഒരു അധ്യാപകൻ പറഞ്ഞതിനെ ഞാൻ എതിർത്ത് കഴിഞ്ഞ് എനിക്കും പറയാൻ അവസരം തരണമെന്ന് പറഞ്ഞ് ശടിച്ചു. ഞാനും മുഴുവൻ സ്നാനം ശരിയാണെന്ന് പ്രസ്താവിക്കാനുള്ള അവസരം എനിക്കുണ്ടാകണമെന്ന് പറഞ്ഞു. അതിന് ഇവിടെയൊക്കെയില്ല, EUവിൽ അതിന് സ്ഥാനമില്ല എന്ന് പറഞ്ഞ് എന്നെ പുറത്താക്കി. അങ്ങനെ ഒരു കണക്കിന് പറഞ്ഞാൽ അവർ കൂടി എന്നെ മുടക്കുകയായിരുന്നു. ആ മുടക്കിയത് നന്മയ്ക്കായി ഭവിച്ചു. 1970 ശേഷം 71 ആ മുടക്കിന് ശേഷം ഞാൻ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ ഞാൻ തന്നെ ഒരു പ്രെയർ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുകയും
ആ പ്രെയർ ഗ്രൂപ്പിൽ 70ഓളം കുട്ടികൾ അന്ന് പങ്കെടുക്കുകയും മേരിക്കൂറിൻ്റെ സഭയുടെ ആരംഭമായിരുന്നതുകൊണ്ട് ആ സഭയിലുണ്ടായിരുന്ന ഉണർവിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു വന്ന അനേക കുട്ടികൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും ആദ്യ തുടക്കത്തിൽ തന്നെ ഒരു നല്ല തുടക്കം തുടങ്ങാൻ കഴിഞ്ഞു. അതാണ് പിൽക്കാലത്ത് ICPF ആയി. ICPFന്റെ തുടക്കം സാർ പറഞ്ഞില്ല, ഒരു വേറെ പേരിലായിരുന്നു. അത് ആദ്യം തുടങ്ങിയത് 1972 ഇൻ്റർ കൊളീജിയറ്റ് പ്രെയർ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ പേരിൽ അത് ആരംഭിച്ചെങ്കിലും അപ്പം അന്ന് നമ്മുടെ സഭയിൽ അധികം കോളേജ് സ്റ്റുഡൻസ് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് കോളേജ് സ്റ്റുഡൻസിന് വേണ്ടി മാത്രം ഒരു മീറ്റിംഗ് നടത്തുകയാണെങ്കിൽ വളരെ കുറച്ച് യങ്സ്റ്റേഴ്സേ വരികയുള്ളൂ. ആയതുകൊണ്ട് TC ഈശോ പാസ്റ്ററും അന്ന് IPCയിലുള്ളതായ മാത്യു സാമുവൽ സാറും പറഞ്ഞു, എടാ കുഞ്ഞെ, നീ കോളേജ് സ്റ്റുഡൻസിനെ മാത്രം വെച്ചാൽ നമ്മുടെ ഈ കോളേജിൽ പഠിക്കുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മുടെ സഭയിലുള്ള യങ്സ്റ്റേഴ്സിന് വേണ്ടി യൂത്ത് ക്രിസ്ത്യൻ ക്യാമ്പ് എന്ന് പറഞ്ഞ് തുടങ്ങാൻ പറഞ്ഞതനുസരിച്ച് ആദ്യത്തെ ഇൻ്റർ കൊളീജിയറ്റ് പ്രെയർ ഫെലോഷിപ്പ് എന്നുള്ള പേര് തൽക്കാലത്തേക്ക് മടക്കി വെച്ച് യൂത്ത് ക്രിസ്ത്യൻ ക്യാമ്പ് എന്ന് പറഞ്ഞ് 72 മെയ് മാസം 5-ാം തീയതി മുതൽ 8-ാം തീയതി വരെ ചെറുക്കുന്ന് വെച്ച് ആദ്യത്തെ മീറ്റിംഗ് നടത്തി. അതിൽ ഈ കേരളത്തിലെ പെന്തിക്കോസ്ത് സഭയുടെ എല്ലാ ഉന്നത നേതാക്കന്മാരും ഉണ്ടായിരുന്നു. അതായത് IPCയിലുള്ളവരും ചർച്ചകൂടിലുള്ളവരും അതുപോലെ ഷാരോനിലുള്ളവരും ഉണ്ടായിരുന്ന ഒരു വലിയൊരു ആദ്യത്തെ മീറ്റിംഗ് ആയിരുന്നു. ആ ക്യാമ്പിൽ മെയ് മാസം 8-ാം തീയതി ഞായറാഴ്ച എല്ലാ സഭകളും ചേർന്നുള്ള തിരുത്താഴം എടുത്തു. 600ഓളം പേരുണ്ടായിരുന്നു. കുട്ടികളെല്ലാം യൂത്ത്സായിട്ട് വന്നവർ, അവർ കോളേജ് സ്റ്റുഡൻസ് ആയിരുന്നില്ല. ആ യൂത്ത്സായിട്ടുള്ള എല്ലാവരും കൂടെ വന്ന് ആദ്യത്തെ മീറ്റിംഗ് നടന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ആരംഭം കുറിച്ചത്. അങ്ങനെ 80 വരെ യൂത്ത് ക്രിസ്ത്യൻ ക്യാമ്പ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോവുകയും 80നോടടുത്തപ്പം വേറെ അനേക സ്ഥലത്തു നിന്ന് ഇതര സഭയിലുള്ള അനേക ദൈവമക്കളായിട്ടുള്ളവർ, അതായത് പെന്തിക്കോസ്ത് വിശ്വാസം സ്വീകരിച്ച് അനേകർ കാത്തോലിക്ക, മർത്തോമ എന്നീ സ്ഥലങ്ങളിൽ വരികയും ഡോക്ടർ മുരളിയും അത് ആ അവസരത്തിൽ ദൈവമകനായി തീരുകയും ചെയ്തൊരു കാലഘട്ടമായിരുന്നു. അങ്ങനെ 1980 വന്നപ്പം അനേക കോളേജ് സ്റ്റുഡൻസും അനേക പ്രൊഫസേഴ്സും ഈവൻ പ്രിൻസിപ്പൽമാരും വരെ ഉണ്ടായിരുന്നു. ഒരു മീറ്റിംഗ് വന്നപ്പം അന്നുണ്ടായിരുന്ന എല്ലാവരും കൂടി തീരുമാനിച്ചു, നമുക്കിനി കോളേജിലെ മീറ്റിംഗ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. ആയതുകൊണ്ട് നേരത്തെ എടുത്ത പേര് തന്നെ ICPF എന്നുള്ള പേര് തന്നെ എടുത്ത് 1980 അത് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ രജിസ്റ്റർ ചെയ്ത കൂട്ടത്തിൽ ഉണ്ടായിരുന്നതാണ് KC അലക്സാണ്ടർ സാറ്. അദ്ദേഹം കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനം വഹിച്ചിരുന്നു. എൻജിനീയർ ജനറൽ ആയിട്ടുള്ള മേധാവിയായിരുന്നു. ICPF ജനറലായിട്ടുള്ള അദ്ദേഹം ആയിരുന്നു വൈസ് പ്രസിഡൻറ്റ്. പിന്നെ ഈ കത്തോലിക്ക സഭയിൽ നിന്ന് വന്ന ഒരു പ്രിൻസിപ്പലും ഉണ്ടായിരുന്നു, അദ്ദേഹവും ആയിരുന്നു വൈസ് പ്രസിഡൻറ്റ്. പിന്നെ ഡോക്ടർ മുരളി പിന്നെ പ്രസിഡൻ്റായി. അന്നാൾ മുതൽ ഇന്ന് വരെയും ഡോക്ടർ മുരളി പ്രസിഡൻ്റായിട്ട് തന്നെ തുടരുന്നു. പിന്നെ മാറ്റമുള്ളത് ജനറൽ സെക്രട്ടറിമാരും GC മെമ്പേഴ്സിനും ഗവർണിംഗ് കൗൺസിൽ മെമ്പേഴ്സിനും മാത്രമേ ഉള്ളൂ. അങ്ങനെ നാളിതുവരെ ദൈവം വയോത്സവമായി നടത്തുകയും പിന്നെ വേല വർദ്ധിക്കുകയും ഇപ്പോൾ 25 രാജ്യങ്ങളിൽ പ്രവർത്തനമുണ്ട്. അമേരിക്കയിലും കാനഡയിലും അമേരിക്കയിലെ മിക്ക സ്റ്റേറ്റുകളിലും 15 സ്റ്റേറ്റിൽ നല്ല പ്രവർത്തനവും മറ്റിടത്തുള്ള പ്രവർത്തനവും മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയിലും ഈസ്റ്റ് വെസ്റ്റ് യൂറോപ്പിലും ജർമ്മനിയിലും അയർലൻഡിലും ഹംഗറിയിലും ബൾഗേറിയയിലും ഒക്കെ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. അങ്ങനെ ഈ കാനഡയിലും ഓസ്ട്രേലിയയിലും അതുപോലെ തന്നെ കംബോഡിയ, ലാവോസ്, വിയറ്റ്നാം, ബർമ്മ, ശ്രീലങ്ക, നേപ്പാൾ ഈ സ്ഥലങ്ങളിലും ഈ വേല വ്യാപിപ്പിക്കാൻ ഇടയായി. രാജ്യങ്ങളിലേക്ക് ഈ പ്രവർത്തനങ്ങളെ ദൈവം വളർത്തി. ഇത് ഞാനല്ല, ഒന്നും ചെയ്തിട്ടില്ല, ദൈവം നട്ടു. ഞങ്ങൾ വെള്ളമൊഴിക്കാൻ തന്നെ ശ്രമിച്ചിട്ടുള്ളതേ ഉള്ളൂ. ഞങ്ങൾ നോക്കുകുത്തികളായിരുന്നു എന്ന് മാത്രമേ പറയാനൊക്കെ ഉള്ളൂ. കർത്താവ് നട്ടു, കർത്താവ് വെള്ളമൊഴിച്ചു, കർത്താവ് വളർത്തി. സകല മാനവും ബഹുമാനവും ദൈവത്തിന് മാത്രമാണ്. മനുഷ്യരുടെ കരങ്ങളല്ലായിരുന്നു എൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. ഞങ്ങൾക്ക് വെറും നോക്കുകുത്തികളായിരുന്നു എന്നല്ലാതെ ഞങ്ങളെക്കുറിച്ചൊന്നും പറയാൻ അതിന് മാത്രമുള്ള യോഗ്യത ഞങ്ങൾക്കുള്ളൂ. എന്നാൽ ദൈവം ഇതിനെ വളർത്തി എന്നുള്ളത് സകല മാനവും മഹത്വവും ദൈവത്തിന് കൊടുക്കുക. ഈ ICPFന്റെ വളർച്ചയുടെ സമയങ്ങളിൽ നേരിട്ട് ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ് സാറിൻ്റെ ഓർമ്മയിലുള്ളത്? പ്രതിസന്ധി എന്ന് പറയുന്നത് അന്നുണ്ടായിരുന്ന പ്രതിസന്ധി EU ആയിരുന്നു ഏറ്റവും വലിയ പ്രതിസന്ധി. സ്റ്റുഡൻസ് SCM എന്ന് പറയുന്ന മറ്റൊരു സംഘടന ഉണ്ടായിരുന്നു, സ്റ്റുഡൻസ് ക്രിസ്ത്യൻ മൂവ്മെൻറ്റ്. ഈ സ്റ്റുഡൻറ്റ് ക്രിസ്ത്യൻ മൂവ്മെൻറ്റും
YMCA അക്കാലത്തുണ്ടായിരുന്ന യുവജനങ്ങളുടെ ഇടയിലെ പ്രസ്ഥാനങ്ങൾ. YMCA തുടങ്ങിയ ആൾ ഉദ്ദേശിച്ച യു മസ്റ്റ് കൺവേർട്ട് അനദർ എന്നുള്ളതിൻ്റെ ഫുൾ ഫോമാണ് YMCA. ആ ദൈവഭക്തനായ ഒരു മനുഷ്യന് കൺവേർഷന് വേണ്ടി ഒരാളിനെ കർത്താവിലേക്ക് നേടാൻ വേണ്ടി യു മസ്റ്റ് കൺവേർട്ട് അനദർ വൺ എന്നുള്ളതായിരുന്നു YMCAയുടെ. ഇന്ന് എനിക്കൊന്ന് YMCAയുടെ ഒക്കെ ഫുൾ ഫോം മാറി. അതൊക്കെ മാറി ഇപ്പം കരാട്ടെ പഠിപ്പിക്കുകയും പിന്നെ വേറെ ലൗകികമായ രീതിയിൽ അത് പോവുകയും ചെയ്തു. SEM പിന്നീട് വന്നു. SEM വന്നു കഴിഞ്ഞതിന് ശേഷം അത് സ്റ്റുഡൻസ് ക്രിസ്ത്യൻ മൂവ്മെൻ്റ് ആണെന്ന് വന്നെങ്കിലും പിൽക്കാലത്ത് ലെഫ്റ്റ് ചിന്താഗതി വരികയും മിക്കവാറും കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിലേക്ക് ആൾക്കാർ പോയിട്ട് അതിനെ ദൈവിക വഴിയിൽ നിന്ന് തികച്ചും ലൗകിക വഴിയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1954 ഈ പ്രൊഫസർ ഈനോക്ക് എന്ന് പറയുന്ന മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ പ്രൊഫസറായിരുന്ന, മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ HOD ആയിരുന്നു, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ്. അദ്ദേഹം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അദ്ദേഹം LMS ചർച്ചിൻ്റെ അംഗമായിരുന്നു ട്രിവാൻഡ്രത്ത്. അപ്പനോടും അമ്മയോടും ചോദിക്കാതെ ആ പുസ്തകങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് ഞാനത് വെറുതെ തരാം. അതിൻ്റെ ആരംഭകാലത്തെക്കുറിച്ചുള്ള ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ SEMഉം YMCAയും തകർന്നു പോയതുകൊണ്ട് നമ്മുടെ ഇടയിൽ പൂർണ്ണ സുവിശേഷ സത്യങ്ങളെക്കുറിച്ച് പ്രഘോഷിക്കുന്ന ഒരു സംഘടന ഉണ്ടാക്കണമെന്ന് അദ്ദേഹം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹം ആലോചിച്ച് അന്നുണ്ടായിരുന്ന എപ്പിസ്കോപ്പൽ ചർച്ചിലെ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചപ്പോൾ സ്നാനം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറയാൻ, രക്ഷിക്കപ്പെടണമെന്നുള്ള ഒറ്റ കാര്യത്തെ അടിസ്ഥാനമാക്കി യൂണിയൻ ഓഫ് ഇവാഞ്ചലിക്കൽ സ്റ്റുഡൻസ് ഇൻ ക്രൈസ്റ്റ് എന്ന സംഘടന രൂപപ്പെടുത്തി. അത് മാത്രമേ പറയാവുള്ളൂ, സ്നാനെക്കുറിച്ച് പറയാനൊക്കത്തില്ല, പരിശുദ്ധാത്മമോക്ഷത്തെക്കുറിച്ച് പറയാൻ പാടില്ല എന്ന് അദ്ദേഹം അതിൻ്റെ സ്ഥാപകനായ ഈനോക്ക് സാറിനെ മറികടന്ന് അന്ന് കൂടിയ എപ്പിസ്കോപ്പൽ ചർച്ചിലെ പ്രധാനികളായിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് രക്ഷിക്കപ്പെടണമെന്ന് മാത്രമുള്ള വചനം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അതിനെ ഒതുക്കിക്കളഞ്ഞു. പക്ഷേ അതല്ലായിരുന്നു ഈനോക്ക് സാറിൻ്റെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് നിവർത്തിച്ചത് ICPF ആണ്. ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു ആ സമയത്ത് ICPF പുറത്തു വന്നു. അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ EU-ലായിരുന്ന സമയത്ത് ഈ അദ്ദേഹത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ച് അദ്ദേഹത്തിൻ്റെ ഇത് രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുക, കൂട്ടായ്മയിൽ കൂടി വന്ന് അപ്പം നുറുക്കുക എന്നുള്ള കാര്യങ്ങളിൽ ഉള്ളതാണ് ശരിയായ പഠിപ്പിക്കലും ശരിയായ സഭയും എന്ന് അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ട്. ആ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇഷ്ടം പോലെ കോപ്പികൾ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ സൗജന്യമായി തരാം. അത് തന്നെയല്ല, ഞാൻ എഴുതിയ കാലസംഭരണിയുടെ വ്യവസ്ഥയ്ക്കായിട്ടുള്ള ദൈവിക മർമ്മങ്ങൾ എന്ന് പറയുന്ന 500ഓളം പേജുള്ള ഒരു പുസ്തകം അടിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സൗജന്യമായി തരാം. അത് നിങ്ങൾ വായിക്കണം. 700 രൂപ വിലയെങ്കിലും സൗജന്യമായി നിങ്ങൾക്ക് തരാം. വായിക്കുന്ന താല്പര്യമുണ്ടെങ്കിൽ ഒരു കെട്ട് ഞാൻ തരാം. അതുപോലെ ഈനോക്ക് സാറിൻ്റെ പുസ്തകവും തരാം. അത് നിങ്ങൾ വായിക്കുമ്പോൾ ഈ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള പിന്നാമ്പുറം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എനിക്കൊന്നും ICPFൻ്റെ പ്രവർത്തനം 80കളിൽ രജിസ്റ്റർ ചെയ്ത് മുൻപോട്ട് വന്നു. എന്നാലും പല കോളേജുകളിലും ICPFന് പ്രവേശനമില്ലായിരുന്നു, പ്രത്യേകിച്ച് പെന്തക്കോസ്റ്റൽ പ്രവർത്തനമാണ്. അതുകൊണ്ട് ഞങ്ങൾ ചെയ്തിരുന്നത് ചങ്ങനാശ്ശേരിയിലെ പല വീടുകളിലായിട്ടും SP കോളേജിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള വീടുകളും, പിന്നെ അന്ന് ന്യൂ ഇന്ത്യ സഭയിലുള്ള തമ്പി പാസ്റ്റർ എന്ന് പറയുന്ന ആൾ ഞങ്ങളുടെ സപ്പോർട്ടായിരുന്നു, വി എ തമ്പി. അദ്ദേഹം മന്നം നഗറിനടുത്തുള്ള ഒരു ഭവനം അവിടെ തരികയും അവിടെ കൂടി വരുവാൻ, അങ്ങനെ മിക്ക കോളേജിൻ്റെയും അടുത്തുള്ള വീടുകളിലായിരുന്നു. റാന്നി കോളേജിൽ അടുത്തുള്ള വീടുകളിലായിരുന്നു. എല്ലായിടത്തും എൻ്റെ മർത്തമ കോളേജിലും അടുത്തുള്ള വീടുകളിലായിരുന്നു. എനിക്കൊന്ന് സാറ് മർത്തമ കോളേജിലായിരുന്നിട്ട് പോലും മർത്തമ കോളേജിലേക്ക് ഒരിക്കലും അനുവദിച്ചിരുന്നില്ല. വലിയ പ്രശ്നമായിരുന്നു. ഇന്നും ഓർക്കുന്നുണ്ട് സാറിനോടൊപ്പം പിന്നീടുണ്ടായിരുന്ന പ്രൊഫസർ BV അച്ചൻകുഞ്ഞ്. അതെ, അച്ചൻകുഞ്ഞ് സാറിൻ്റെ മരണം ഒരു പെട്ടെന്നൊരു ഷോക്കിംഗ് ആയിരുന്നു. ഒരു വലിയ ഷോക്കിംഗ് ആയിരുന്നു. അത് നമുക്ക് ഒരു നഷ്ടമായി. എനിക്ക് പ്രത്യേകിച്ച് എങ്ങനെയാണ് ഈ സാറുമായിട്ടുള്ള കണക്ഷൻ വന്നത്? ഞാൻ 10-15 വർഷം ജോലി കഴിഞ്ഞപ്പം പുള്ളി 1900, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1977 MSc കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് പാസ്സായി. കഴിഞ്ഞ് MPhilഉം ഫസ്റ്റ് റാങ്ക് പാസ്സായി. MGOSSൻ്റെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുജൻ ഈ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വരികയും ചെയ്തു. അതിൻ്റെ എതിർപ്പുകൾ ഭയങ്കരമായിരുന്നു വീട്ടിൽ. ആ എതിർപ്പുകൾ ഉള്ളതുകൊണ്ട് എൻ്റെ സഹപ്രവർത്തനായി വന്നിരുന്നെങ്കിൽ എന്നോട് വിഷമമായിരുന്നു, എന്നെ പെന്തക്കോസ്തുകാരനായതുകൊണ്ട്. ഞങ്ങൾ തമ്മിലുള്ള വാദപ്രതിവാദവും കാര്യങ്ങളും വേദോസ്പ്രകാരം അന്വേഷിച്ച് വളരെയധികം നടത്തിയതിന് ശേഷം പുള്ളി ഒരു തീരുമാനമെടുക്കുകയും, സാറേ ഞാൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു എന്ന് എന്നോട് വന്ന് പറയുകയും 1900
79-ലാണെന്ന് തോന്നുന്നു, അതോ 78-ലാണെന്ന് ഓർമ്മയില്ല. 79-ൽ എം ഇ ചോക്ക സാറിൻ്റെ കൈക്കീഴിൽ മിത്രപുരത്ത് പമ്പയാറ്റിൽ പുള്ളി സ്നാനപ്പെട്ടു. വലിയൊരു സംഘം ആൾക്കാരുണ്ടായിരുന്നു. പുള്ളി നോട്ടീസ് അടിച്ച് ഞാൻ സ്നാനപ്പെടാൻ പോകുന്ന കോളേജിൽ സ്റ്റുഡൻസിൻ്റെയും അങ്ങനെ ആരും ചെയ്തിട്ടില്ല ഇതുവരെ, ടീച്ചേഴ്സിൻ്റെ അടുത്ത് നോട്ടീസ് അടിച്ച് നിങ്ങളെ ക്ഷണിക്കുന്നു എന്നും പറഞ്ഞ് നോട്ടീസ് അടിച്ച് വളരെ പരസ്യമായിട്ട് സ്നാനത്തിൽ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് അങ്ങനൊരു സ്നാനം നടത്തിയിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല കേരളത്തിൽ. അങ്ങനെ ആ ഒരു സംഭവം സൃഷ്ടിച്ച ഒരു സ്നാനമായിരുന്നു പുള്ളിയുടെ. അത് കഴിഞ്ഞ് അവരുടെ തിരുമേനി വിളിച്ച് പറഞ്ഞു, നീ MGOSSൻ്റെ പ്രസിഡൻ്റാണ്, നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്, നീ സ്നാനപ്പെടരുത്, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നമാകും, നിന്നെ ഞാൻ വൈസ് ചാൻസലർ ആയിക്കോളാം, കേരള MG സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആക്കാമെന്നുള്ള ഓഫർ വരെ തിരുമേനി കൊടുത്തെങ്കിലും മനുഷ്യരെ അല്ല ദൈവത്തെയാണ് കൂടുതൽ അനുസരിക്കേണ്ടത്, അതുകൊണ്ട് തിരുമേനി പറഞ്ഞ് നിഷേധിക്കുമെന്നും പറഞ്ഞ് പുള്ളി ധൈര്യപൂർവ്വം സ്നാനപ്പെട്ടു. പുള്ളിയുടെ വിയോഗം എന്താണ്, ഒരു പിണർ പോലെ, അല്ലെങ്കിൽ അത്രയും സമയം പുള്ളിക്കുണ്ടായിരുന്നെങ്കിലും പുള്ളി എഴുതിയതായ പുസ്തകങ്ങളും ഒക്കെ ഇപ്പോഴും ഉണ്ട്. ഭയങ്കര വില പിടിച്ചതായ പുള്ളിയുടെ ലേഖനങ്ങളൊക്കെ വളരെ ഈടുറ്റതായിരുന്നു. അതിനെ ജയിക്കാൻ ആർക്കും പറ്റിയിട്ടില്ല. പിന്നെയുള്ള ഈ സുവിശേഷത്തിൻ്റെ ഈ പെന്തിക്കോസ് വിശ്വാസത്തിൻ്റെ ഡിഫെൻഡ് ചെയ്യാൻ പുള്ളിയെപ്പോലെ മിടുക്കൻ വേറെ ആരുമില്ലായിരുന്നു. വേദപുസ്തകം നല്ല തറവാക്കി എല്ലാവരോടും പുള്ളി അതിന് പ്രത്യുത്തരം പറയാൻ വളരെ പ്രാഗൽഭ്യമുള്ളവനായിരുന്നു. പുള്ളിയുടെ പെട്ടെന്നുള്ള വിയോഗം ദൈവത്തിൻ്റെ ഇഷ്ടം അങ്ങനെ ആയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്കൊന്നു വിവേചൻ സാറിൻ്റെ വേർപാടിന് ശേഷമുള്ള ICPF ക്യാമ്പിൽ ഇന്നും സാറ് പറഞ്ഞ് ഓർക്കുന്നുണ്ട്, മർത്തോമ കോളേജിൻ്റെ കവാടമൊക്കെ സാറിൻ്റെ ബോഡി വരുമ്പം പ്രിൻസിപ്പൾ തുറന്നു കൊടുക്കേണ്ടി വന്നു. പുള്ളിയുടെ ശവം അവിടെ വെച്ച് ആയിരങ്ങൾ അത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ശവസംസ്കാരം നടന്നിട്ടില്ല. കാരണം തിരുവല്ല ചെങ്ങന്നൂർ മുഴുവൻ ഇളകി, ഒരു 500ഓളം മോട്ടോർ സൈക്കിളും 150 കാറുകളും വലിയൊരു ബസ്, അന്ന് ഏഞ്ചലോസ് വാഹനം ഇറക്കിയ സമയമായിരുന്നുകൊണ്ട് വലിയ ആ ബസ്സിൽ അദ്ദേഹത്തിൻ്റെ ശവശരീരം വെച്ച് പാണ്ടനാട്ടിലേക്ക് പോകുന്ന യാത്രയിൽ ഇവിടം തിരുവല്ല മുതൽ പാണ്ടനാട് വരെ ഉള്ള സ്ഥലങ്ങളിലുള്ളവരെല്ലാം സൈഡിലും വന്ന പുള്ളി അതുപോലെ പ്രസിദ്ധനായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ പ്രദേശത്ത് അന്നത്തെ ശവസംസ്കാരത്തിൻ്റെ പുള്ളിയുടെ വീടിന് ചുറ്റും ഒരു ഗ്രാമപ്രദേശമായിരുന്നതുകൊണ്ട് ആയിരങ്ങൾ വന്നു. ആ വീട്ടിൽ ആ സ്ഥലത്തെ ചേനയും ചേമ്പും സകല കൃഷികളും ചവിട്ടി മെതിച്ചു കളഞ്ഞു. അങ്ങനെ ജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത പോലുള്ള ഒരു ജനപ്രവാഹമായിരുന്നു അത്. മനുഷ്യ മനസ്സിൽ വളരെയധികം മുദ്ര പതിപ്പിച്ചു. അതുപോലെയുള്ള വേറെ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടോ ഈ ഒരു യാത്രയിൽ? ഈ യാത്രയിൽ ഈ ICPF-ആയിട്ടുള്ള ബന്ധത്തിൽ ഇത്രയും വർഷമായിട്ട് പെട്ടെന്നുള്ള അതുപോലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ടോ? അതുപോലൊരു പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടെന്ന് പരസ്യമായി പറയാൻ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്. ഒരു കർത്തധ്യായം ഇൻഡോറിലുണ്ടായി. നമ്മുടെ ഒരു സ്റ്റാഫ് വർക്കർ തൻ്റെ നിലപാട് മോശമായ രീതിയിൽ പ്രയോഗിച്ചത് നിമിത്തം ഇൻഡോർ എന്ന് പറയുന്ന പ്രശ്നം ഒരു കർത്തധ്യായം വന്നിട്ടുണ്ട്. അതല്ലാതെ മറ്റൊന്നും വന്നിട്ടില്ല. ഇപ്പോഴത്തെ മിഷൻ ഫീൽഡിൽ നിൽക്കുന്ന ആളുകളുണ്ട്, ഒത്തിരിയേറെ ചലഞ്ചസ് ഇപ്പോഴുണ്ട്, എന്നാൽ പഴയ പോലുള്ള ചലഞ്ചുകളല്ല. എന്നാൽ അവരോട് എന്താ സാറിന് പറയാനുള്ളത്? ഇപ്പം മിഷൻ ഫീൽഡിൽ എനിക്ക് അവരോട് പറയാനുള്ളത്, അവർക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടാകണം. സെൽഫ് കൺട്രോൾ ഇല്ലെങ്കിൽ തെറ്റിപ്പോവും. അതായത് പണ്ടുള്ളവർക്ക് അന്ന് മാധ്യമങ്ങളൊന്നുമില്ല, സിനിമയും മറ്റു കാര്യങ്ങളുണ്ടെങ്കിലും പെന്തിക്കോസ് വിഭാഗത്തിലുള്ളവരൊന്നും സിനിമ കാണുകയില്ലായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഈ വാട്സപ്പിൻ്റെയും മീഡിയയുടെയും അതിപ്രസരം വന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ജഡീക ചിന്തകളാണ് അവിടെ അതിപ്രസരമുണ്ടായി. ജഡീക ചിന്തകളെന്ന് പറയുമ്പം അതിന് അതിരുകളില്ലാത്ത പോലുള്ള കാര്യങ്ങളാണ് അവർ കാണുന്നത്. അപ്പം കുഞ്ഞുങ്ങൾ പേരൻസും അത് കാണാൻ തുടങ്ങി, കുഞ്ഞുങ്ങളും വേറിട്ട് കാണാൻ തുടങ്ങി. പേരൻസ് കാണുന്നത് എന്താണെന്ന് അവർ പാത്തിരുന്ന് കാണാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്നത്തെ മീഡിയയിലുള്ള എല്ലാ വൃത്തികളും കാണുവാനായിട്ട് എല്ലാവർക്കും വാട്സപ്പ് ഫോണുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവരുടെ ഹൃദയം ജഡീയ ചിന്തകളാൽ മലിനമായിപ്പോയി. അന്ന് ഈ നമ്മുടെ പഴയ കാലത്ത് എൻ്റെ സമയത്തൊക്കെ അപ്പനും അമ്മയും പിന്നെ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും, സൺഡേ സ്കൂൾ ഒരു പ്രത്യേകമായിരുന്നു. സൺഡേ സ്കൂൾ കഴിഞ്ഞ് PYP അല്ലെങ്കിൽ വേറെ യുവജന സംഘടന, അത് കഴിഞ്ഞ് പരസ്യയോഗം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എപ്പോഴും കാര്യങ്ങളിൽ വ്യാപൃതരായിരുന്നു. ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾ പഠിത്തത്തിൽ വളരെ മോശമാണെങ്കിൽ ഈ മീഡിയയുടെ കാര്യത്തിൽ അതിപ്രസരം കൊണ്ട് അവർ കൂടുതലും
ഈ ജഡീക ചിന്തയെ അടക്കുവാൻ കഴിയാത്ത പോലായി. ആ ജഡീക ചിന്തയെ അടക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ ആൺ പെൺ വ്യത്യാസമില്ലാതെ മിങ്കിൾ ചെയ്യാനും പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാനും ഒരു സൗകര്യമായി മാറി. ആ സമയത്ത് നമ്മുടെ ഇടയിൽ സംഭവിച്ച വേറൊരു മൂല്യച്യുതി, ഈ ടീനേഴ്സിൻ്റെ വേദികളിൽ ഇൻ്റർ ഗാർഡൻ സ്കൂളിൽ നമ്മൾ പറയുന്നതും അല്ലെങ്കിൽ ഹൈസ്കൂൾ ലെവൽ വരെ ഈ പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് അവർക്ക് വലിയ ദോഷം ചെയ്യത്തില്ല. അവരുടെ ഇടയിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പതിക്കുകയുള്ളായിരുന്നു. എന്നാൽ ഒരു 20 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ അതേ തന്നെ വന്ന് പിന്നെ പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്നും പറഞ്ഞ് തുടങ്ങി ഇരു കൂട്ടരും ഡാൻസ് ചെയ്യുകയും പെൺകുട്ടികൾ ആൺകുട്ടികൾ പെൺകുട്ടികളെയും നോക്കി ചിരിച്ച് കളിച്ച് പ്രൈസ് ആൻഡ് വർഷിപ്പ് എടുക്കാൻ തുടങ്ങിയപ്പോൾ ഈ പ്രൈസ് ആൻഡ് വർഷിപ്പിന് അർത്ഥമില്ലാതെ വന്ന് സുപ്താവസ്ഥയിൽ കിടക്കുന്ന ഉറങ്ങിക്കിടക്കുന്ന ഹീന വികാരങ്ങളെ ഇളക്കി. അങ്ങനെ 1-2 സമയത്ത് ക്യാമ്പിൽ വന്നിട്ടുള്ളവർ ഈ സംഭവത്തിന് ശേഷം പെട്ടെന്ന് ആണും പെണ്ണുമായിട്ട് ഇറങ്ങി കണ്ണൂർ വരെ ഒളിച്ചോടിപ്പോയ കാര്യങ്ങളുണ്ടായി. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഒരു പാർട്ടി ലീഡറാണ് ഇയാൾ ഒരു പെൺകുട്ടിയെ കൊണ്ട് അടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിന് കടിഞ്ഞാണിടണമെന്നും ഭയഭക്തിയോടുകൂടെ മാത്രമേ പ്രൈസ് ആൻഡ് സർവീസ് എടുക്കാൻ കഴിയുള്ളൂ എന്നും ഒരു നിബന്ധന കൊണ്ടുവന്നു. അപ്പോൾ അതിനുശേഷം ആൺകുട്ടികൾ നേരെ നോക്കുകയും പെൺകുട്ടികൾ നേരെ നോക്കി തലയിൽ തുണിയിട്ടിട്ട് ഭയഭക്തിയോടുകൂടി മാത്രം കൈയടിച്ച് പാടുകയും ആത്മാവിൽ നിറയുകയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ടാക്കി. ഡാൻസും കൂത്തും ഇനിയും പാടില്ല എന്നുള്ള ഒരു വലിയ വ്യവസ്ഥ കൊണ്ടുവരാനായിട്ട് നിർബന്ധിതരായി. അപ്പോൾ ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ജഡവികാരത്തെ അടക്കുവാൻ കഴിവുള്ളതല്ല എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ജഡവികാരത്തെ അടക്കുവാൻ കഴിവുള്ളതല്ല. അതുകൊണ്ട് ജഡത്തിനായി മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ഇപ്പോൾ വന്നിരിക്കുന്ന വലിയ പ്രശ്നം ജഡത്തിനായി മോഹങ്ങളെ ഉറങ്ങിക്കിടക്കുന്നതായ ചിന്തകളെ ഉണർത്തിക്കൊണ്ടുവന്ന് അതിനെ പർവ്വതീകരിച്ച് ദൈവവചനത്തിന് വിരുദ്ധമായി രഹസ്യമായും അല്ലാതെയും പാപം ചെയ്യുവാനുള്ള ഒരു പ്രേരണാശക്തി ഈ മീഡിയ ഉണ്ടാക്കി കൊടുത്തു. അതിനെ നമുക്ക് ഫോളോ ചെയ്യാൻ ഒക്കാത്തതുകൊണ്ട് അതിന് റെസ്ട്രിക്ഷൻ ആവശ്യമാണെന്ന് ഞങ്ങൾ നിർബന്ധിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ICPF അനുവദിക്കുന്നില്ല. അത് ഒരു കൂട്ടർക്ക് വിഷമമാണെങ്കിലും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് ഏറ്റവും വലിയ ക്വാളിറ്റി ഒരു ദൈവവചനത്തിന് വേണ്ടത് സെൽഫ് കൺട്രോളാണ്. അതായത് ആത്മനിയന്ത്രണമാണ്. നമുക്ക് ആത്മാവിൻ്റെ ഫലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നടുവിൽ വരുന്നത് സെൽഫ് കൺട്രോളാണ്. സെൽഫ് കൺട്രോൾ ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ജഡീക ചിന്തയെ അതിര് കടക്കാൻ കഴിയുകയില്ല. പൗലോസ് പറയുമ്പം ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന സകല ഉയർച്ചയെയും സകല വിചാരങ്ങളെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കണം. ആ പിടിച്ചടക്കാനുള്ള കഴിവ് വരണമെങ്കിൽ സെൽഫ് കൺട്രോൾ ആവശ്യമാണ്. സെൽഫ് കൺട്രോളാണ് ഇന്നത്തെ നമ്മുടെ തലമുറയ്ക്ക് ആവശ്യം, ദൈവമക്കൾക്കും ആവശ്യം സെൽഫ് കൺട്രോളാണ്. സെൽഫ് കൺട്രോൾ കഴിഞ്ഞു പോയാൽ ആ പരിധി വിട്ടു കഴിഞ്ഞാൽ പാപം ചെയ്യും. ആ പാപം എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രശ്നം. ഈ പിന്നെ സ്വാഭാവികമായിട്ട് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോടോ അല്ലെങ്കിൽ പുരുഷനൊരു സ്ത്രീയോടോ ഉണ്ടാകുന്നതായ സാമീപ്യവും അതിനോടുള്ളതായ ആഭിമുഖ്യവും സ്വാഭാവികമാണ്. ആ സ്വഭാവത്തെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു സെക്ഷുവൽ ഫീലിംഗ് ഒരാൾക്കുണ്ടാകുകയാണെങ്കിൽ, ഒരു പെൺകുട്ടിയോടുണ്ടാകുകയാണെങ്കിൽ ആദ്യം വരുന്നത് നമുക്ക് ആ ചിന്തയാണ്. ആ ചിന്ത അവിടെ വെച്ച് തന്നെ നുള്ളിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഡെവലപ്പ് ചെയ്യും. ഒരു ചിന്ത വരുന്ന ഉടനെ ആ ചിന്ത നമ്മളുടെ ഇമോഷൻ ഉണ്ടാക്കും. അപ്പോൾ തോട്ട്സ് വിൽ ലീഡ് യു ടു ഇമോഷൻ, ഇമോഷൻ വിൽ ലീഡ് യു ഫീലിങ്സ്, ഫീലിങ്സ് വിൽ ലീഡ് യു action. When action is repeated, you will do sin. When sin is repeated many times, it becomes a habit. When it is repeated, it becomes character. Once a character is formed, that is the character of Satan. ആ ക്യാരക്ടർ ഫോം ചെയ്യുമ്പോഴാണ് സ്ട്രെയിൻ ആകും മനസ്സിന്. എല്ലായിടത്തും സ്ട്രെയിൻ വരും. ആ സ്ട്രെയിൻ ലീഡ്സ് ടു പ്രഷർ ഇൻ ദ ഹാർട്ട്. പ്രഷർ വിൽ ലീഡ് യു ടു സപ്രഷൻ വിൽ ലീഡ് ടു ഒപ്രഷൻ. അങ്ങനെ പോയിട്ട് ഒപ്രസ്ഡായി വരുമ്പോൾ അവർ ആത്മഹത്യയിൽ ചെന്ന് കലാശിക്കും, അല്ലെങ്കിൽ കൊലപാതകത്തിൽ ചെന്ന് കലാശിക്കും.
അപ്പോൾ ചിന്തയെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് കൺട്രോൾ യുവർ തോട്ട്സ്. അതാണ് ഒരു ദൈവവചനം ആവശ്യമായിട്ട്. ഒരിക്കലും ദൈവത്തിൻ്റെ വചനത്തിന് ഇഷ്ടമില്ലാത്ത ഒരു ചിന്ത വരുമ്പോൾ അവിടെ നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ, അതിനെ താലോലിക്കുകയാണെങ്കിൽ, ദാറ്റ് വിൽ എൻഡഡ് അപ്പ് ഇൻ സൂയിസൈഡ് ഓർ കൊലപാതകം. ഇതിലേതെങ്കിലും ഒന്നിൽ അവസാനിക്കും. ഇന്ന് നമുക്ക് ഈ മിനിസ്ട്രിയിലേക്ക് ഇറങ്ങുന്ന ആളുകളുടെ എണ്ണം തുലവും കുറഞ്ഞിരിക്കുക. ഏതാ മിനിസ്ട്രിക്ക് ഇറങ്ങുന്നവർ പണ്ടൊക്കെയാണ് ICPFന്റെ ക്യാമ്പിനൊക്കെ 100 കണക്കിന് ആളുകളാണ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെ ഒരു മിനിസ്ട്രിക്ക് ഇറങ്ങുന്നവർ എണ്ണം കുറഞ്ഞിരിക്കുക. നമുക്ക് ആ കാര്യത്തിൽ സഭ എന്ന നിലയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും? അതിന് വന്നിരിക്കുന്ന ഒരു വലിയ പ്രശ്നം, പെന്തിക്കോസ്ത് വിശ്വാസികളുടെ തലമുറയ്ക്ക് അഡ്മിഷൻ കിട്ടാൻ വിഷമം. പിന്നെ അത് തന്നെയല്ല, അതുപോലെ തന്നെ മറ്റു കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുന്നില്ല. ഇവിടെ ജോലി കിട്ടാൻ വിഷമം. PSC എഴുതിയാൽ കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഭൂരിപക്ഷവും നേഴ്സിങ് അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും പഠിച്ച് പുറത്തേക്ക് പോകാനുള്ള പ്രവണതയാണ് ഏറ്റവും കൂടുതൽ. ഇന്നിപ്പം നോക്കിയാൽ നമ്മുടെ ഇടയിലുള്ള കുഞ്ഞുങ്ങളിൽ ഞാൻ കുറ്റപ്പുഴ താമസിക്കുന്നുണ്ടെങ്കിലും പിന്നെ ആ കുറ്റപ്പുഴയിൽ ഇന്ന് ഗ്രാൻഡ് പേരൻസ് അല്ലാതെ വേറെ ആരും ഒരു വീട്ടിലുമില്ല. കുഞ്ഞുങ്ങളെല്ലാം ഒന്നിൽ കാനഡയിൽ പോയി, അല്ലെ ജർമ്മനിയിൽ പോയി, ഫോറിൻ കൺട്രീസിലേക്ക് അങ്ങ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിവിടെ ആവശ്യത്തിനുള്ള കുഞ്ഞുങ്ങളിപ്പോൾ ഇല്ലാതായി. ഒരു ക്യാമ്പ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് പഴയതുപോലെയുള്ള കുട്ടികളുടെ എണ്ണം വളരെ കുറഞ്ഞു പോയി. അതാണ് വേറൊരു റീസൺ. മറ്റൊരു കാര്യം, ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ നിലയിൽ പെന്തിക്കോസ്തുകാർക്ക് യാതൊരു നന്മയുമുള്ള ഒരു ആനുകൂല്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ലാത്തത് നമുക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ല, ജോലി കൊടുക്കാനുള്ള സ്ഥാപനങ്ങളില്ല, വേറെ എൻ്റർപ്രൈസസ് ഒന്നുമില്ല. അതാണ് ഒരു റീസൺ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം ഒഴുകി ഇന്ത്യക്ക് പുറത്തേക്ക് പോയിരിക്കുകയാണ്. അതാണ് ആ പ്രവണത. ഈ എക്സൽ മിനിസ്ട്രീസ് മെയിനായിട്ടും കുഞ്ഞുങ്ങളുടെ പ്രവർത്തനം. നിങ്ങളുടെ പ്രവർത്തനത്തെ ഞാൻ വളരെയധികം ശ്ലാഘിക്കുന്നു. അവിടെ കുഞ്ഞുങ്ങളെ ഡാൻസോ കൂത്തോ കഴിക്കുമ്പോൾ അവർക്ക് ആ കാര്യത്തിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ. പാട്ടിനകത്ത് ഇതൊക്കെ കൊണ്ടിരുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയം നിഷ്കളങ്കമാണ്. ആ നിഷ്കളങ്കമായ ഹൃദയത്തിൽ ദൈവവചനം അവരെ ചെറുപ്പത്തിൽ ഒരു ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ, തൻ്റെ വചനപ്രകാരം അതിനെ കാത്തു സൂക്ഷിക്കുന്നതിൽ നല്ലത്. അപ്പോൾ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അഭ്യസിക്കുക, വൃദ്ധനായാലും അവൻ വിട്ടുമാറുന്നില്ല. ഏറ്റവും നല്ല മിനിസ്റ്റർ ചെയ്യുന്നത് നിങ്ങളാണ്. ഞങ്ങളൊക്കെ കതിരിന്മേൽ വളം വെക്കുന്ന പോലെയുള്ളൂ. കാരണം നിങ്ങളുടെ കയ്യിൽ നിന്ന് വീഴുന്ന കുട്ടികളാണ് കോളേജ് സ്റ്റുഡൻസ്. നിങ്ങൾ കോളേജ് സ്റ്റുഡൻസിൻ്റെ മുന്നിലായിട്ടുള്ള ഒരു മിനിസ്ട്രി നിങ്ങൾ തിരഞ്ഞെടുത്തതിൽ വളരെ ശ്ലാഘനീയമാണ്. അതിൽ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളെ ലഭ്യമാകുന്നെങ്കിൽ എല്ലാ സ്കൂളുകളിലും ക്രിസ്തീയ മാനേജ്മെൻറ്റ് നടത്തുന്ന സ്കൂളുകളിൽ ചെന്ന് അവരെ ഈ പാട്ട് വഴി ആ പാട്ട് ഒന്നും മറന്നു പോകത്തില്ല. പാട്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഗദ്യത്തേക്കാൾ കൂടുതൽ പദ്യമാണ്, ശ്ലോകങ്ങളാണ് മനസ്സിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ പാട്ടിൽ കൂടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം നമുക്കൊരു 20 കഴിഞ്ഞാൽ അത് നടക്കുകയില്ല. അപ്പം നിങ്ങൾ ചെയ്യുന്ന വേല വളരെ അഭികാമ്യവും ഉത്കൃഷ്ടവുമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതിൽ കൂടുതൽ ആൾക്കാരെ കിട്ടിയിട്ട് കഴിയുമെങ്കിൽ പ്രൈമറി തലം മുതൽ ഹൈസ്കൂൾ വരെയുള്ള സ്കൂളുകളിലേക്ക് ആൾക്കാർ സ്വമേധയാ പോയിട്ട് അനുവാദം ചോദിച്ച് ഈ കാര്യങ്ങൾ ഈ പാട്ടിൽ കൂടെയും മറ്റും ഈ സുവിശേഷം നിങ്ങളുടെ ഹൃദയത്തിൽ അടിച്ചേൽപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോഴേക്കും ലഹരി ഒത്തിരി ക്യാമ്പസുകളിലൊക്കെ ലഹരിയൊക്കെ ഇപ്പോൾ ഉള്ളത് ആ കാര്യത്തെക്കുറിച്ചും നല്ല ബോധവൽക്കരണം നടത്തണം. ICPF ഒരു വണ്ടി ഇതിനെതിരായിട്ടുള്ള പ്രവർത്തനമാണ്. അത് വളരെ സുദീർഘമായ ഒരു തെരുവ് നാടകം പോലൊരു നാടകം. അവർക്ക് അന്തിമ ഫലം ആത്മഹത്യയോ കൊലപാതകമാണെന്ന് തെളിയിക്കുന്ന ഒരുപാട് സ്കിറ്റുകൾ നടത്തുന്നു. നമ്മുടെ യൗവനക്കാരോട്, നമ്മുടെ മിനിസ്ട്രി നിൽക്കുന്നവരോടുള്ളൊരു ലാസ്റ്റ് ഒരു മെസ്സേജ് എന്താ പറയാനുള്ളത് സാറിന്? എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഈ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കാര്യത്തിൽ നമുക്ക് ശുദ്ധ ഹൃദയവും നല്ല മനസ്സാക്ഷിയും നിർവ്യാജ വിശ്വാസവും, അത് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. ശുദ്ധ ഹൃദയവും നല്ല മനസ്സാക്ഷിയും നിർവ്യാജ വിശ്വാസവും ഇവയാൽ ഉളവാകുന്ന സ്നേഹം. ഈ സ്നേഹം വന്നാൽ ഈ കയ്പിൻ്റെ വേര് വരാതെ സൂക്ഷിക്കണം. ഒരു ഓർഗനൈസേഷനായാൽ see to that no bitter root grows up in you to cause trouble and defile many. കയ്പുള്ള വേര് മുളച്ച് അനേകർ അതിനാൽ മലിനപ്പെട്ടു പോകാതിരിക്കാൻ സൂക്ഷിപ്പീൻ. അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ ഒരു കയ്പുണ്ടാകാതിരിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം. എവിടെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പരിഹാരം വരുത്തി അവിടെ തന്നെ അത് നുള്ളിക്കളഞ്ഞ്
മുന്നോട്ട് പോകാൻ എല്ലാവരെയും സ്നേഹത്തിൽ കൂടെ, അതായത് വലിപ്പിച്ചെറുപ്പമില്ലാതെ നിങ്ങളുടെ ഈ പ്രസ്ഥാനം വളരെയധികം വളരുമെന്നുള്ളത് തീർച്ചയാണ്. ഞാനും പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടരാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന വേലയെ ഞാൻ ശ്ലാഘിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഇടയിൽ നിങ്ങൾ ചെയ്യുന്ന വേല വളരെ ശ്ലാഘനീയമാണ്. ICPF അത് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, കാരണം മുതിർന്നവരുടെ ഇടയിലാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഒത്താശകളും പ്രോത്സാഹനവും തരാൻ ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. കയ്പുള്ള വേര് മുളച്ച് അനേകരതിനാൽ മലിനപ്പെട്ടു പോകാതിരിക്കാൻ സൂക്ഷിക്കുക. അതാണ് എനിക്ക് തരാനുള്ളത്. ഒരു കയ്പ് ഒരിക്കലും ഉണ്ടാകരുത്. എവിടെയെങ്കിലും നിങ്ങളുടെ ഡീലേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാകാം. ഡീലേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന കയ്പ് താഴോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കയ്പ് വേറെ വരും. അങ്ങനെയാണ് ഒരു പ്രസ്ഥാനം നഷ്ടപ്പെട്ടു പോകുന്നത്. അങ്ങനെയാണ് വിഭാഗീയ ചിന്ത വരുന്നത്. ആ ഒറ്റ കാര്യത്തിൽ ഉറച്ചു നിന്നാൽ നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും. വിജയം സുനിശ്ചിതമാണ്. ദൈവം നിങ്ങളെ സഹായിക്കും. താങ്ക് യു സാറേ. ഞങ്ങളോടൊപ്പം എത്രയും സമയം സ്പെൻഡ് ചെയ്തതിൽ ഒത്തിരി നന്ദിയുണ്ട്. ഫേസ് ടു ഫേസ് എന്ന പ്രോഗ്രാമിൽ ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തത് പ്രൊഫസർ മാത്യു പി തോമസ് അവറുകളാണ്, ICPFൻ്റെ ഫൗണ്ടർ. തിരുവല്ല മാർത്തോമ കോളേജിൻ്റെ പ്രൊഫസറുമായിരുന്നു. താങ്ക് യു സോ മച്ച്. വളരെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ കേൾക്കാൻ നമുക്ക് കഴിഞ്ഞു. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.